നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സന്നിധാനത്ത് ആശങ്ക പടർത്തി അപ്രതീക്ഷിതമായി പറന്ന ഹെലികോപ്റ്റർ. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഹെലികോപ്റ്റർ സന്നിധാനത്ത് വട്ടമിട്ട് പറന്നത്. അപ്രതീക്ഷിതമായി ഹെലികോപ്റ്റർ കണ്ടതോടെ വിവിധ സേനാ ഉദ്യോഗസ്ഥരും തീർത്ഥാടകരും തെല്ലൊന്ന് ആശങ്കയിലായി. കേന്ദ്രസേനാ ഉദ്യോഗസ്ഥരടക്കം വയർലെസ് സെറ്റിലൂടെയും അല്ലാതെയും വിവരങ്ങൾ കൈമാറി. ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ കൂടിയായ ADGP S. ശ്രീജിത്ത് സുരക്ഷയുടെ ഭാഗമായി നടത്തിയ നിരീക്ഷണ പറക്കലായിരുന്നുവെന്ന് ോടുകൂടിയാണ് 10 മിനിറ്റ് നീണ്ടുനിന്ന ആശങ്കയ്ക്ക് വിരാമമായത്. മണ്ഡലപൂജയോടനുബന്ധിച്ച് സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി ADGP ഇന്നലെ വൈകിട്ടോടുകൂടി നിലയ്ക്കലിലെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങി സന്നിധാനത്ത് എത്തുന്നുണ്ടായിരുന്നു. ഇതിനു മുന്നോടിയായി ആയിരുന്നു നിരീക്ഷണ പറക്കൽ നടന്നത്. ശബരിമല നട അടച്ചിടുമെന്ന വ്യാജ പ്രചാരണത്തിനെതിരെ സൈബർ പോലീസിന് പരാതി നൽകി ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നതും മറ്റൊരു വാർത്ത ശബരിമലയിൽ നിന്ന് വരികയാണ്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്ക് സ്ഥാപിത താൽപര്യമാണ് എന്ന് ദേവസ്വം ബോർഡ് ആരോപിച്ചു. സൂര്യഗ്രഹണം മൂലം ശബരിമല നട അടച്ചിടുമെന്ന വ്യാജവാർത്ത പ്രചരിപ്പിച്ചതിന് എതിരെയാണ് ദേവസ്വം ബോർഡ് സൈബർ പോലീസിന് പരാതി നൽകിയത്. 2 വർഷം മുമ്പുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. വ്യാജവാർത്ത പ്രചരിക്കുന്നവർക്ക് സ്ഥാപിത താൽപര്യമാണ് എന്ന് ദേവസ്വം ബോർഡ് ആരോപിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് വ്യാജവാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പ്രതികരിച്ചത്. മണ്ഡലപൂജ ദിവസം എത്തുന്ന ഭക്തരെ ആരെയും തിരിച്ചുവിടില്ല എന്നും സ്പോട്ട് ബുക്കിംഗിന് നിയന്ത്രണമുണ്ടെങ്കിലും പരമാവധി ഭക്തർക്ക് ദർശനം ലഭ്യമാകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. നാളെ വെർച്വൽ ക്യൂ വഴി 50,000 പേർക്കായിരിക്കും ദർശനം ലഭിക്കുക. ഇന്ന് 50,000 പേർക്കായിരിക്കും ദർശനത്തിന് അനുമതി. എന്നാൽ നാളെ 10,000 പേരെ അധികമായി തന്നെ അനുവദിക്കും. ഇന്നലെ വരെ 38 ദിവസം ദർശനത്തിനെത്തിയത് 30,87,000 പേരാണ് എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി.